എന്റെ മരുമകളുടെ കല്യാണ ഡ്രസ്സുകൾ എടുക്കാനാണ് ഞാൻ ചാസിയായി പോയത്. അവിടുത്തെ കല്യാണ സാരിയെ കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത്രയും സെലക്ഷനാണ് ഞങ്ങളുടെ മുന്നിലെത്തിയത്. ന്യായമായ വിലയിൽ മികച്ച ഡ്രസ്സുകൾ കിട്ടിയപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. ചാസിയുടെ ഈസി പർച്ചേസ്, അത് നിങ്ങളും അനുഭവിച്ചറിയണം. ഞാൻ ചാസിയുടെ വെഡിംഗ് ഉത്സവം കാണാനാണ് പോയത്. കല്യാണ സാരികളുടെയും ലാച്ച ചോളി തുടങ്ങിയ വെഡിംഗ് ഡ്രസ്സുകളുടെയും പുതിയ വെറൈറ്റികൾ എനിക്കവിടെ കാണാൻ സാധിച്ചു. ഈസി പർച്ചേസിലൂടെ മികച്ച വിലക്കുറവും സെലക്ഷനും, മെട്രോ സിറ്റികളിലെ ഒരു ഷോപ്പിംഗ് അനുഭവവും എനിക്ക് ചാസിയെ സമ്മാനിച്ചു. എനിക്കിഷ്ടപ്പെട്ട ബ്രാൻഡുകൾ MRPയേക്കാൾ എത്രയോ താഴ്ന്ന പ്രൈസിൽ കിട്ടി. കൂടാതെ വലിയ സിറ്റികളിൽ നിന്ന് ലഭിക്കുന്ന ഫാഷൻ ഡ്രസ്സുകൾ ആദ്യമായാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ലഭിക്കുന്നത്. കേട്ടില്ലേ ചാസിയ സിൽക്സ് ഈസി പർച്ചേസിനെ കുറിച്ച്? ഒരു വ്യത്യസ്ത വ്യാപാര രീതിയാണിത്. മറ്റു സ്ഥാപനങ്ങളെക്കാൾ കുറഞ്ഞ ലാഭം ഈടാക്കുന്നതിലൂടെ കൂടുതൽ ബിസിനസ് ലഭിക്കുന്നതിനാൽ കമ്പനികളിൽ നിന്നും വലിയ തോതിൽ ഹോൾസെയിൽ പർച്ചേസ് നടത്താൻ സാധിക്കും. ഇതിൽ നിന്നും ലഭിക്കുന്ന ക്യാഷ് ഡിസ്കൗണ്ടുകൾ കസ്റ്റമേഴ്സിന് വിലക്കുറവായി നൽകാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും ആളുകൾ ചാസിയിലേക്ക് എത്തുന്നത്. ഓരോ ബ്രാൻഡിന്റെയും MRPയും ചാസിയുടെ വില കുറച്ചുള്ള പ്രൈസ് ടാഗും നിങ്ങൾക്കിവിടെ നേരിട്ട് കാണാവുന്നതാണ്. ചാസിയയിൽ നിന്നും വെഡ്ഡിംഗ് പർച്ചേസ് നടത്താൻ ഇപ്പോൾ ഒരു കാരണം കൂടി. ചാസിയ അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് മഹോത്സവം. വളരെ വ്യത്യസ്തമായ വെഡ്ഡിംഗ് ഡ്രസ്സുകളുടെ വൻശേഖരം നിങ്ങൾക്കിവിടെ മിതമായ നിരക്കിൽ ഒരുക്കിയിരിക്കുന്നു. അനുഭവിച്ചറിയൂ ഈ വ്യാപാര രീതി. ചാസിയ സിൽക്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി.
ചോറ് വിളമ്പി കോലായിൽ വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോളൂ കേട്ടോ. എവിടെ ചോറ്? ഇവിടെ ചോറുമില്ല, ഒരു കുന്തമില്ല. എൻ്റെ ഒരു കാര്യേ. എന്താ ഇവിടെ? ആരാ ഇത്? അത് മാഷ ആരാന്നറിയില്ല, മുമ്പ് ഇവിടെ കണ്ട് പരിചയമില്ല. വല്ലാതെ അടുത്തിരിക്കണ്ട മാഷേ. ആരാ? എന്താ ഇവിടെ കിടക്കണത്? ആരാ നിങ്ങള്? ആരാന്ന്? എണീക്ക്, എണീക്ക്. എന്നെ മനസ്സിലായില്ല മാഷിന്. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച മാഷാണ് ഞാൻ. ഇതിനിടയിൽ എവിടെ വെച്ചാണ് നമ്മൾ കണ്ടത്? മരിച്ചുപോയ മാഷിന്റെ കൂട്ടുകാരൻ സലാമിന്റെ മകൻ അൻവർ മാഷിന്റെ അനുവാണ്. നീ എങ്ങനെ ഇവിടെ എത്തി? നിനക്ക് എന്താണ് സംഭവിച്ചത്? എവിടെ നിന്റെ ഉമ്മയും പെണ്ണും? ഞാൻ ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയതിനു ശേഷം നിങ്ങളെപ്പറ്റി ഒരു വിവരവും ഇല്ല. നിങ്ങളെപ്പറ്റി അന്വേഷിക്കാത്ത സ്ഥലവും ഇല്ല. എവിടെയായിരുന്നു? ഞാൻ പറയാം മാഷ്, എല്ലാം പറയാം. ഞാൻ ജീവിതത്തിൽ കുറെ അനുഭവിച്ചു. എൻ്റെ ജീവിതയാത്ര മാഷ് അറിയണം. ചോറിട്ടാണേ. അനക്കവിടെ ചോറില്ല, ചോറ് കഴിഞ്ഞിക്കണ്. അതെന്ത് വർത്താനങ്ങൾ പറയും? ലേശം ചോറിട്ടാണേ. ഒരു ചോറിന് 25 റുപ്യ, 35-500 റുപ്യന്റെ ചോറ് തിന്നിക്കണ്. പൊറാട്ടിയില്ല, ചോറുമില്ല. നിങ്ങൾ കുറച്ച് കൊക്കപ്പുഷുള്ള ആൾക്കാർ കയറി വരും. നിങ്ങളൊന്ന് ഇറങ്ങിയാൽ പച്ചവണി കഴിച്ചിട്ട്.
രാവിലെ തന്നെ ആനക്കുട്ടിയുമായിട്ട് ആൾക്കാരെ കയറിയിരുന്നു. മാനം പോയി. ഒഴിവാക്കടാ, നിനക്ക് ഫുഡല്ലേ വേണ്ടത്, അത് ഞാൻ വാങ്ങിച്ചുതരാം. വരെ, ഫ്ലൈറ്റിന് സമയമായി. ഇനി നേരം വഴിയാൽ അതും പോവും. വേഗം വാ. നമ്മളെ കാര്യം നടന്നാൽ മതി. കാക്കാ, വിമാനം പോയിട്ടാ അല്ല ട്രെയിൻ ആണെങ്കിലല്ല ഇവിടുത്തെ സാധാരണ മുഴുവൻ തിന്ന് കാലേക്കിരാണ് പോകുള്ളൂ. ഒഴിവാക്കടാ, അന്റെ ഒരു അല്ല ചൊറുകുണ്ടാവും. വേഗം വാ. സമയമില്ലാത്തോണ്ടാ. എന്നാ ശരി, ഞാൻ പോട്ടെ. ഇനിയെല്ലാം അവിടെ ചെന്നിട്ട് വിളിക്കാം. പറഞ്ഞോ. വിമാനം അത് സൗദിയിലെത്തി. അവന്റെ ഒരു വിമാനം ഇങ്ങോട്ട് വന്നാ. ബാബുവോ, ആലുവിന്റെ നമ്പറാണല്ലോ. എടുത്ത് നോക്കാം. ഹലോ അബ്ദു, ആ നിങ്ങൾ നാട്ടിലെത്തിയ? ആ ഞങ്ങളിതാ നാട്ടിലെത്തി. ആ ഈ വിമാനത്താണോ വിളിക്കണത്? അല്ലടാ, എനിക്ക് പോകാൻ പറ്റിയില്ല. ഏ എന്റെ വിസക്ക് എന്താ പ്രോബ്ലം ഉണ്ട്. ആ ഞാൻ അങ്ങോട്ട് വരാം, ബാക്കിയെല്ലാം അവിടെ വന്നിട്ട് പറയാം. ഓക്കെടാ. ഓക്കെ. എന്താണ് പ്രശ്നം? എടാ, ഓന് പോകാൻ പറ്റിയില്ലെന്ന് തന്നെ? അവൻ നാട്ടിലേക്ക് വരികയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ചെയ്യാ, പഠിച്ചോൻ കണക്കേക്കോലും ഉണ്ടാവും. എന്നാലും എൻ്റെ കുട്ടിൻ്റെ ഒരു വിധി എന്ത് ചെയ്തിട്ട് നസീബില്ലല്ലോ. എൻ്റെ കുട്ടി ഈ കടങ്ങളൊക്കെ എവിടെ പോയി വീട്ടാനാ? എൻ്റെ റബ്ബേ. നിങ്ങൾ വിഷമിക്കാതിരിക്കൻ്റെ അമ്മ, എല്ലാത്തിനും പഠിച്ചവനൊരു വഴി കാണിച്ചു തരും. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. വരിമ്മ, നിങ്ങൾ ചോറുന്നോളൂ. അല്ല അനു, ഇനി എന്താ എൻ്റെ പരിപാടി? എനിക്കൊരു എത്തും പിടി കിട്ടില്ലടാ അബ്ദു. 1.5 ലക്ഷം റുപ്യ കടണ്ട്. വിഷമിക്കാതിരിക്കെ, എല്ലാം ശരിയാവും. അല്ലാ, കാശം സെറ്റാണുള്ളത്. അബ്ദു ഒന്ന് വാ. ഇയാളിപ്പോ എന്തിനാ എന്നെ വിളിക്കുന്നത്? അനു ഇവിടെ വാ, ഒരു കാര്യം സംസാരിക്കണ്ട. അനു, ആ നിൽക്കുന്ന ആളറിയോ ഈ? അനു, അതാടാ കാസിം സേട്ട്. ഉണ്ടി പൈസൻ്റെയും അല്ലറല്ലറ പലിശൻ്റെയും പരിപാടി ഉണ്ട്. എൻ്റെ അമ്മായിന് മോൻ ജബ്ബാർ എനിക്കറിയില്ലേ? അവനായിരുന്നു മൂപ്പർ വിശ്വസ്തനായ പണിക്കാരൻ. ഓൻ വിസ കിട്ടി ഗൾഫിൽ പോയി. അതേപോലത്തെ വിശ്വസിക്കാൻ പറ്റിയ ഒരാളെ വേണമെന്നാണ് സേട്ട് പറഞ്ഞത്. എൻ്റെ കാര്യം ഞാൻ സേട്ടിനോട് സംസാരിച്ചിരിക്കണം. അനക്ക് നിൽക്കാൻ പറ്റുമോ? അതിന് ഇന്നെ പറ്റുമോ? ആ കാര്യമൊക്കെ ഞാൻ സംസാരിച്ചോളാം, നീ വാ. പടച്ചോൻ സേട്ടൻ്റെ രൂപത്തിൽ വന്നേക്കണേ, ഇജ്ജ് ധൈര്യമായിട്ട് വെക്കോ. അത് ഞാൻ സംസാരിച്ചോളാം, നീ വാ. സേട്ടു, ഇവനാണ് ഞാൻ പറഞ്ഞ ആള്. വിശ്വസിക്കാം, തീർച്ചയായിട്ടും ഞാൻ ഏറ്റു. വിശ്വസിക്കാലോ അല്ലേ? നാളെ രാവിലെ ഇവനെ കൂട്ടി ഓഫീസിലേക്ക് വാ. ആയിക്കോട്ടെ. ഇതാരാ സേട്ടു? ഇതെന്റെ അനിയനാ. ഓക്കെ.
ഇതൊരു റെഡി ആയില്ലേ? എന്റെ കയ്യിൽ പൈസ ഇല്ലടാ. പൈസ ഒക്കെ നമുക്ക് റെഡി ആക്കടോ. അതിനല്ലോ ഞാൻ ഇവിടെ ഉള്ളത്. എവിടുക്ക നിങ്ങളൊക്കെ പാടെ? എന്റെ തരികട ഇതുവരെ നിർത്താനായിട്ടില്ല. ഉമ്മ തരികടോടല്ലേ നമ്മള് കഞ്ഞി കുടിച്ച് പോണത്. പോയിക്കോളി നിങ്ങൾ അവിടുന്ന്. ഉമ്മ ഹായ് പോയി മമ്മി, വരട്ടാ. ടാറ്റാ. ഈ അഡ്രസ്സിൽ ഈ ക്യാഷ് നാളെ അവിടെ എത്തിക്കണം. ആയിക്കോട്ടെ സേട്ടു. സൂക്ഷിച്ചു പോണം. ആ ഓക്കെ ഓക്കെ? ഓക്കെ. ആ ഓക്കെ. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ദയവായി അല്പസമയത്തിന് ശേഷം നിങ്ങളെ ഫോൺ സ്വിച്ച് ഓഫ് ആണോ? അതെ. നിങ്ങൾക്ക് ഗൾഫിൽ നിന്ന് 2 ലക്ഷം റുപ്യ നിൽക്കണം. എണ്ണി നോക്കണോ? വേണ്ട വേണ്ട, എണ്ണി നോക്കണ്ട. അബ്ദുവോ അന്റെ ഫേസ്ബുക്ക് നിർത്താനാ പറഞ്ഞത്. അവരോട് പോയി പണിയൊക്കാൻ പറയും. ഹലോ. ആ ഞാൻ സേട്ടുവാണ്. നീ എവിടെ ഉള്ളത്? ഞാൻ അമ്പിളിപ്പാലത്തിന് അവിടെ ഉണ്ട്. നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ അപ്പോൾ അങ്ങോട്ട് വരാം. ആരാടാ അനുവോ? സേട്ടുവാണ്. എന്താടാ പ്രശ്നം? എന്താണെന്നറിയില്ല, ഇവിടെ നിൽക്കാൻ പറഞ്ഞേക്കണം. ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. നീ കൊടുത്ത കാശ് അവിടെ കിട്ടിയില്ല എന്നാണല്ലോ പറഞ്ഞത്. ഞാൻ അവരെ കയ്യിൽ കൊടുക്കാനല്ലേ സേട്ടു. കൊടുത്താ കിട്ടിയെന്ന് അവർ പറയല്ലോ. നീ കാശ് കൊടുക്കുമ്പോൾ അവരെ ഫോൺ ചെയ്തില്ലേ? ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് നേരിട്ട് കൈ കൊടുത്താ. ഞാൻ കൊടുത്താനല്ലേ സേട്ടു. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ വന്നു? വരീൻ, വണ്ടി എടുക്ക്, പോവാം. വേഗം വാ. നിങ്ങൾ വാ, അങ്ങോട്ടേക്ക് പോവാം. ഞാൻ നിങ്ങൾക്ക് തന്ന പൈസ വീട് മാറി തന്നാണ്. അത് എനിക്ക് തിരിച്ചു വേണം. എനിക്ക് പൈസ തന്നിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു പൈസ കിട്ടിയിട്ടുമില്ല. പടച്ചോനെ വിചാരിച്ച് ആ പൈസ എനിക്ക് തിരിച്ചു തരണം. ചതിക്കല്ലേ ചേട്ടാ. ചേട്ടാ ആ പൈസ ഇങ്ങ് താ ചേട്ടാ. എന്താ പിച്ചു പൈ പറഞ്ഞേ? അനക്ക് എന്താ ഭ്രാന്തിണ്ട? അന്ന് ഞാൻ പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കും. തട്ടിപ്പറ്റി ഇറങ്ങിക്കണല്ലേ? ഇപ്പൊ ഇറങ്ങിക്കോണോ, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ചിലക്കാണ്ട് പോയി പണി നോക്കടാ. സേട്ടു,
അയാൾ എന്നെ ചതിക്കാണ്. അയാൾക്ക് ഞാൻ പൈസ കൊടുത്തിക്കണ്, സത്യാണ്, എന്നെ വിശ്വസിക്കണം. എന്നിട്ട് ക്യാഷ് അവിടെ പോയി? നീയൊക്കെ എന്താടാ ക്യാഷ് കൊണ്ട് കാണിച്ചത്? പറയടാ. പറയുന്നൊന്ന് കേൾക്ക്. എനിക്ക് എന്റെ ക്യാഷ് കിട്ടണം. നീയും ഇവനും കൂടി എന്റെ ക്യാഷ് കൊണ്ട് എന്താ ചെയ്തത്? മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ രണ്ടിനെയും ഞാൻ ഇവിടെ വെച്ച് തീർക്കും. അവൻ പാവാണ്, അവനങ്ങനെ ചെയ്യൂല. അവനൊന്നും ചെയ്യരുത്, അവനൊന്നും കാട്ടരുത്, അവനങ്ങനെ ചെയ്യൂല. ഞങ്ങൾ പറഞ്ഞ സത്യമാണ്, വിശ്വസിക്കണം. അവൻ പാവാണ്. ഇന്നേക്ക് 15-15 നാൾ ഞാൻ നിനക്ക് തന്ന 2 ലക്ഷം രൂപ എനിക്ക് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ ഈ ഞാൻ ആരാണെന്ന് നീ അറിയും. ഞാനും എന്റെ പിള്ളേരൊക്കെ കൂടി നിന്റെ കുടുംബത്തിൽ കയറി നിരങ്ങും. ഇത് ഞാനാണ് പറയുന്നത്. സേട്ടു, കാസിം സേട്ടു, മനസ്സിലാക്കിക്കോ. അനു, ഈ ഇങ്ങനെ ഇരുന്ന ഉമ്മാക്കും ബേജാറാവും. എല്ലാത്തിനും ഒരു മാർഗം ഉണ്ടാക്കാം. എന്റെ കുട്ടിന്റെ വിധി എന്താ റബ്ബ എങ്ങനെ? ഉമ്മ, നിങ്ങൾ ഇങ്ങനെ കരഞ്ഞ് നാട്ടുകാരെ അറിയിക്കണ്ട. എല്ലാത്തിനും പടച്ചോനൊരു വഴി ഉണ്ടാക്കി തരും. നിങ്ങൾ കരയണ്ട ഉമ്മ. ഉമ്മ, നിങ്ങൾ ബേജാറാവണ്ട, ഒക്കെ ശരിയാവും. എടാ, ഈ ഇങ്ങനെ ഡസ്റ്റ് പഠിച്ചിരിക്കല്ല, ഒക്കെ ശരിയാവും. ഈ സുരേഷ് ഇരിക്കണ്ടില്ലേ, നെച്ചിലിപ്പെട്ടി കയറുകൊണ്ടായി. എന്തൊരു ഇരുത്തത്! ഓൻ്റെ ഇരുത്തം കണ്ടപ്പോൾ തോന്നുന്നു മുഴുവൻ പ്രശ്നങ്ങൾ ഓൻ്റെ തലയിലാണ്. ഒരു കാര്യമില്ല. അല്ല, അതാ വേറൊരു കുരിശ് എന്നെ തപ്പി വിവരെന്തുകൊണ്ട്. അസ്സലാമലൈക്കും. തേടിയ വലിയ കാലിൽ ചുറ്റി. ഈ പയനെ കൊണ്ട് ഒരു പയഞ്ചൊല്ല് പറയാനും പറ്റൂല്ലോ. അല്ല, അംസാക്കൽ പറഞ്ഞു ഏതൊരു വള്ളി കാലം ചുറ്റിക്കുന്നത്. ഒരു പയഞ്ചൊല്ല് പോലും അറിയില്ലോ ഈ മണ്ടാറത്തിന്. ഓ, അത് ശരി, പയഞ്ചൊല്ലായിരുന്നു. എല്ലാം സക്ക, നിങ്ങൾക്ക് റൂമൊക്കെ എടുത്ത് ഒരു കമ്പ്യൂട്ടറൊക്കെ മേടിച്ച് ടി വിയിലൊക്കെ ഒരു പരസ്യം കൊടുത്ത് ഈ പെങ്കട്ടൊന്ന് ഉഷാറായിക്കൂടെ? ഞമ്മക്കതൊന്നും വേണ്ട. പടത്തോട് ഉള്ളതുകൊണ്ട് റഹ്മത്താക്കി തന്നാ മതി. അന്റെ പെരിന്നാണ് നമ്മൾ വരണത്. അന്റെ അമ്മാനെ നമ്മൾ കണ്ട് അത് കരഞ്ഞും കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞ് കേട്ടപ്പോ എനിക്ക് ആകെ വിഷമായി. അതിനാണ് ഈ കരയാഞ്ഞ് കണ്ണീരും ഇല്ല. എന്താ എനിക്ക് പറ്റിയത് അൻവറേ? അത് പിന്നെ അംസക, ഞാൻ അങ്ങനെ പറ്റിപ്പോയി. അന്നെ കുറ്റപ്പെടുത്തല്ല, പക്ഷേങ്കിൽ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ച്. ഇനി കടങ്ങൾ വിട്ടാനുള്ള ഒരു മാർഗം നമ്മൾ തേടണം. അതിനൊരു മറുമരുന്നായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അനക്ക് സമ്മതാണോ? അല്ല അംസാക്ക, തടയുകുട്ടുള്ള പോലെ മരുന്നേറ്റാണോ നിങ്ങൾ എടുത്തുള്ളത്? തിന്നാന്നുള്ളൊരു വിചാരമല്ലാതെ പഹനില്ല. അൻവറേ, ഈ കോലം കോഴിക്കോട്ടങ്ങാടിയിൽ മലായി കോയാന്ന് പറഞ്ഞ ഒരാളെ കേട്ടിട്ടുണ്ടോ? കോഴിക്കോട്ടങ്ങാടിയിൽ മാമുക്കോയ എന്നൊരാളെ കേട്ടിട്ടുണ്ടോ? സിനിമ എന്നുള്ള വിചാരമല്ലാതെ പഹന് വേറൊന്നുമില്ലല്ലോ റബ്ബേ. അയാൾക്ക് ഒറ്റ മോളേ ഉള്ളൂ. പെണ്ണ് കുറച്ച് കറുത്തിട്ടാ. ഇട്ട് മൂടാനുള്ള പൊന്ന് കിട്ടും, അതിനൊത്ത പണവും കിട്ടും. എന്റെ കട മൊത്തം വീട്ടിയാലും കായ് ബാക്കിയായിരിക്കും. അതിനാണ് എനിക്ക് സമ്മതാണോ? എന്റെ ഒരു മൂളല് മതി. ഇവിടെ വാ, ഒരു കാര്യം പറയണ്ട്. അൻവറേ, അയാൾ എന്താണെങ്കിലും പറഞ്ഞതിൽ കാര്യമുണ്ട്. എൻ്റെ കടം വീട്ടണ്ടേ. പെണ്ണ് കറുത്താണോ വെളുത്താണോ നോക്കിയിട്ട് കാര്യമില്ല. സീട്ടുവിൻ്റെ കൈ കൊണ്ട് മയ്യത്താണുമ്പോൾ ആ പൈസ മുഴുവൻ കൊടുത്തു തീർക്കണം. അനക്കറിയാലോ, ഇത് ഞാനും കൂടി ഉൾപ്പെട്ടൊരു സബ്ജക്റ്റാണ്. എങ്ങനെയല്ലോ പൈസ കൊടുത്ത് തീർക്കണം. എന്താ വെച്ചാൽ തീരുമാനം പറയണം. അതെനിക്കറിയാം. ഈ അവസ്ഥയിൽ ഞാനൊരു കല്യാണം കഴിക്കാന്ന് വെച്ചാൽ അതെനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ചിന്തിച്ചേ പറ്റൂ. ഞാൻ അംസാക്കാക്ക് വാക്ക് കൊടുക്കാൻ പോണ്. വാക്ക് കൊടുക്കട്ടെ. വല്ലതും നടക്കുവാ? നടക്കും. നിങ്ങൾ അടക്കേണ്ടി വരും. വാ അംസാക്ക, ഇവിടെ വരി. നിങ്ങൾ അവരോട് പോയി പറഞ്ഞാലേ ഞങ്ങൾ വരാം. വരും 100 വട്ടം സമ്മതം. സംസാരിച്ചിട്ട് എല്ലാ കാര്യത്തിനും എനിക്ക് ഫോൺ ചെയ്യാം. അസ്സലാമലൈക്കും. എന്നാ പോയി വരാം.
അൻവറെ, പെണ്ണിനെ കണ്ടതാണ് കബൂലല്ലേ? ഞാൻ അവർക്ക് വാക്ക് കൊടുക്കാൻ പോവാ. എനിക്ക് കുഴപ്പമില്ല ഹംസാക്ക. എൻ്റെ ഉമ്മാനെ എൻ്റെ കൂടെ നിർത്തുന്ന കാര്യം ഒന്നും കൂടി നിങ്ങൾ അവരോട് ഓർമ്മിപ്പിച്ചാളി. എനിക്ക് സമ്മതാണ്. എനിക്ക് ഡിമാൻഡ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞേക്കണ്. ഇത് വീട്ടു പുതിയ പിള്ളേന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞേക്കണ് എൻ്റെ ഉമ്മാൻ എൻ്റെ ഒപ്പം നിർത്തണം എന്ന്. ഇത് അക്കാര്യത്തിൽ ഒന്നും ബേജാറാണ്ട, ധൈര്യമായിട്ട് പോയിക്കോ. അപ്പോ ഞങ്ങൾ പോട്ടെ ഹംസാക്ക. ആയിക്കോട്ടെ. വലൈക്കും അസ്സലാം. ഈ പൈസ കൊടുത്തില്ലല്ലോ, അയാൾ മറന്നോട്ടാ. ഹുസൈനെ, ഇൻഷാ അല്ലാ അപ്പൊ ഒക്കെ പറഞ്ഞ മാതിരി ഷഹബാൻ 4-ന് കല്യാണം. എൻ്റെ ഒപ്പം ദുബൈയിൽ നിന്ന് വിളിക്കുമ്പോൾ വിവരം ഒന്ന് പറഞ്ഞേക്കെ. അതൊക്കെ ഞാൻ പറഞ്ഞിരിക്കണേ. പിന്നെ ഓൻ്റെ ഉമ്മാനെ ഓൻ്റെ ഒപ്പം നിർത്തണം, അതെൻ്റെ ഓർമ്മയിലുണ്ടാവണം. ആ കാര്യമൊക്കെ നമുക്ക് ആലോചിക്കാം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അപ്പോൾ പിന്നെ കാണാം. ഓക്കെ. വായിൽക്ക് വാങ്ങാൻ പോണ മാതിരി അവൻ്റെ പോക്ക്. ഒരു 10 റുപ്യ ചോദിച്ചാൽ കള്ളപ്പന്നി തന്നില്ല. വേറെ വല്ല എരേനും കിട്ടുമോ നോക്കട്ടെ. ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഹലോ, ഞാനാണ്. എന്തായി കാര്യങ്ങള്? അവര് കണ്ടുപോയി. അവർക്ക് ഓക്കെയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അവന്റെ അമ്മാനെ നമ്മളെ കൂടെ നിർത്തണം എന്നാ പറയണത്. അത് കുഴപ്പമില്ലടാ, പാവങ്ങളല്ലേ, അവിടെ വന്ന് നിന്നോട്ടെ. വാടക വീട്ടിലല്ലേ, നീ അതിനെതിരൊന്നും പറയണ്ട. അപ്പാ, നിങ്ങൾ കല്യാണത്തിന് വരില്ലേ? എനിക്ക് ലീവ് കിട്ടൂലടാ. കല്യാണം നിങ്ങൾ തന്നെ ഭംഗിയായി കഴിച്ചോളൂ. ക്യാഷിന്റെ കാര്യങ്ങളൊക്കെ നീ വേണ്ടതുപോലെ ഡീൽ ചെയ്താ. അത് ഞാനേറ്റ്. എന്നാ ശരി. ആരൊക്കെ ഫോണില്? അത് ഉപ്പാന്റെ ഫോണാണ്. എന്താ പ്രത്യേകിച്ച്? പ്രത്യേകിച്ചൊന്നുമില്ല. എന്റെ മരുമകളുടെ കല്യാണ ഡ്രസ്സുകൾ എടുക്കാനാണ് ഞാൻ ചാസിയായിൽ പോയത്. അവിടുത്തെ കല്യാണ സാരിയെ കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത്രയും സെലക്ഷനാണ് ഞങ്ങളുടെ മുന്നിലെത്തിയത്. ന്യായമായ വിലയിൽ മികച്ച ഡ്രസ്സുകൾ കിട്ടിയപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. ചാസിയുടെ ഈസി പർച്ചേസ്, അത് നിങ്ങളും അനുഭവിച്ചറിയണം. ഞാൻ ചാസിയുടെ വെഡിംഗ് ഉത്സവം കാണാനാണ് പോയത്. കല്യാണ സാരികളുടെയും ലാച്ച ചോളി തുടങ്ങിയ വെഡിംഗ് ഡ്രസ്സുകളുടെയും പുതിയ വെറൈറ്റികൾ എനിക്കവിടെ കാണാൻ സാധിച്ചു. ഈസി പർച്ചേസിലൂടെ മികച്ച വിലക്കുറവും സെലക്ഷനും മെട്രോ സിറ്റികളിലെ ഒരു ഷോപ്പിംഗ് അനുഭവവും എനിക്ക് ചാസിയെ സമ്മാനിച്ചു. എനിക്കിഷ്ടപ്പെട്ട ബ്രാൻഡുകൾ MRPയേക്കാൾ എത്രയോ താഴ്ന്ന പ്രൈസിൽ കിട്ടി. കൂടാതെ വലിയ സിറ്റികളിൽ നിന്ന് ലഭിക്കുന്ന ഫാഷൻ ഡ്രസ്സുകൾ ആദ്യമായാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ലഭിക്കുന്നത്. കേട്ടില്ലേ ചാസിയ സിൽക്സ് ഈസി പർച്ചേസിനെ കുറിച്ച്? ഒരു വ്യത്യസ്ത വ്യാപാര രീതിയാണിത്. മറ്റു സ്ഥാപനങ്ങളെക്കാൾ കുറഞ്ഞ ലാഭം ഈടാക്കുന്നതിലൂടെ കൂടുതൽ ബിസിനസ് ലഭിക്കുന്നതിനാൽ കമ്പനികളിൽ നിന്നും വലിയ തോതിൽ ഹോൾസെയിൽ പർച്ചേസ് നടത്താൻ സാധിക്കും. ഇതിൽ നിന്നും ലഭിക്കുന്ന ക്യാഷ് ഡിസ്കൗണ്ടുകൾ കസ്റ്റമേഴ്സിന് വിലക്കുറവായി നൽകാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും ആളുകൾ ചാസിയിലേക്ക് എത്തുന്നത്. ഓരോ ബ്രാൻഡിന്റെയും MRPയും ചാസിയുടെ വില കുറച്ചുള്ള പ്രൈസ് ടാഗും നിങ്ങൾക്കിവിടെ നേരിട്ട് കാണാവുന്നതാണ്. ചാസിയയിൽ നിന്നും വെഡ്ഡിംഗ് പർച്ചേസ് നടത്താൻ ഇപ്പോൾ ഒരു കാരണം കൂടി. ചാസിയ അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് മഹോത്സവം. വളരെ വ്യത്യസ്തമായ വെഡ്ഡിംഗ് ഡ്രസ്സുകളുടെ വൻശേഖരം നിങ്ങൾക്കിവിടെ മിതമായ നിരക്കിൽ ഒരുക്കിയിരിക്കുന്നു. അനുഭവിച്ചറിയൂ ഈ വ്യാപാര രീതി. ചാസിയ സിൽക്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി. അതെ, എന്താ ഇങ്ങനെ കിടക്കുന്നേ? ഒരു ജോലിയും കൂലിയില്ലാതെ വാടക വീട്ടിൽ കിടക്കണ മാതിരി അച്ഛ വീട്ടിൽ വന്നിങ്ങനെ കിടക്കാൻ പറ്റൂല. നിങ്ങളെപ്പോലെ ചേരി കിടന്ന് വളർന്നവരല്ല ഞങ്ങള്.
അന്തസ്സുള്ള തറവാട്ടുകാരാ. ഓ, മോനെ ചായ കൂട്ടി സൽക്കരിക്കാൻ വന്നായിരിക്കും അല്ലേ? നാണമില്ലേ തള്ളേ ഈ ചായയും കൊണ്ട് റൂമിലേക്ക് വരാൻ? നാശങ്ങള് തറവാട് മുടിപ്പിക്കാനായിട്ട് വന്നതാ. ഇജ്ജ് ബേജാറാവണ്ട, ഒക്കെ ശരിയായിക്കോളും മോനെ. ചേട്ടന് കൊടുക്കാനുള്ള പൈസ ഈ കൊടുത്താളാ. ശ്രീധനം കിട്ടിയ പൈസ അലമാരയില്ലേ, അത് കൊടുത്തിട്ട് ഇടപാട് ഇന്ന് തന്നെ തീർത്താളാ. ഒറ്റക്ക് പോണ്ട, അതിനും കൂട്ടിക്കാളാ. സെലീന, അവനാ പൈസ കൊടുത്തോ? കൊടുത്തു. സേട്ടുവിന് ആർക്കോ കൊടുക്കണം എന്ന് പറഞ്ഞു. എന്തേ? ഏയ് ഒന്നുമില്ല. ദാ ഇതും കൂടി അലക്കിക്കളെ. ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊന്നും ഇതുവരെ കഴുകിയിട്ടില്ല. തിന്ന് മുടിപ്പിക്കാനായിട്ട് ഇറങ്ങിയതാ. സുഖമായിട്ട് ഉണ്ടുറങ്ങി കഴിയാൻ ഇത് സത്രമൊന്നുമല്ല. ഇന്നവൻ പുറത്തിറങ്ങിയിട്ട് പോയാൽ മതി. നാട്ടുകാർ രണ്ട് ഇല്ല ഉള്ളാക്കണ എനിക്ക് നേരിട്ട് കാണണം. അപ്പൊ അന്നൊക്കെ നല്ല തല്ലിട്ടാത്ത കേടാ. അതോ ആ അന്നെ എവിടെ നോക്കി ഈ എന്താ ഇവിടെ നിൽക്കണ്? ഞാൻ കേറ്, സേട്ടുവിന് പൈസ കൊടുക്കണം. വാ. നിക്ക് അന്റെ അളി ഹുസൈന പെരി കയറിയിരിക്കുന്നു. ഒരു ഗൾഫുകാരൻ്റെ വീടാണത്. പിന്നെ പല പെരിലും അവനെ കണ്ടോരുണ്ട്. എപ്പോഴാ പിടിക്കപ്പെടുന്നല്ല ആൾക്കാർ എല്ലാം ഉള്ളാക്കും. ഇയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്ടി. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. നീ നോക്കണ, ഞാൻ പോരാ. അനു, പൈസ ഇട്. സേട്ടു, ഇതാ നിങ്ങളെ പൈസ. ഇതാ പൈസ പിടിക്കും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവൻ ആരെയും ചതിച്ചിട്ടില്ല. കാരണം ഇവനക്ക് ആരെയും ചതിക്കാൻ കഴിയില്ല. പിന്നെ ഈ പൈസ ഉണ്ടാക്കാൻ ഈ പാവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അബ്ദു, നിനക്കറിയുന്നല്ലേ പണം സേട്ടുവിന് ലഹരിയാണെന്ന്. അത് നഷ്ടപ്പെട്ട ഭ്രാന്താണ്. നിന്നോട് ഞാൻ പറയണ്ടല്ലോ. അപ്പോഴത്തെ സിറ്റുവേഷനിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി. ഇറ്റ്സ് ഓക്കെ. നിങ്ങളിരിക്കും, ഞാനിപ്പോ വരാം. എന്തൊക്കെയുണ്ട് ബാംഗ്ലൂർ പഠിത്തം എങ്ങനെ പോകുന്നു? ഉഷാറാണോ? ഓ, കുഴപ്പമില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എന്താ ഇത്? എന്താ സേട്ടു, കണക്ക് ശരിയല്ലേ? കണക്കൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ തന്ന പൈസ ഒറിജിനൽ ആണോ കള്ളനോട്ടാണോ നോക്കാൻ കഴിവില്ലാത്ത മന്ദബുദ്ധിയല്ല സേട്ടു എന്ന് ഓർക്കണം. എന്നാ നിങ്ങൾക്കൊക്കെ തെറ്റിയടാ നായിന്റെ മക്കളെ. സേട്ടു, അതെനിക്ക് ശ്രീധരൻ കിട്ടിയ പൈസയാണ്. അവരെന്നെ ചതിക്കൂല. നിന്റെ അമ്മായിയമ്മയ്ക്ക് ശ്രീധരൻ കിട്ടിയ പൈസ നടക്കട സ്റ്റേഷനിലേക്ക്. അവൻ നിരപരാധിയാണ്. അവൻ പാവാണ്, ഒന്നും ചെയ്യരുത്. എന്തോ ചതി പറ്റിയിരിക്കണ്. പട്ടി. സത്യം പറയടാ, നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഈ പണം? എനിക്കറിയില്ല സാർ, എനിക്ക് ഇത്ര അറിയൂ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ നിന്റെ ശരീരം ഇഞ്ചി ചതയ്ക്കുന്നവരെ ചതയ്ക്കും. പറയടാ, സത്യം പറയടാ റാസ്കൽ. കോൺസ്റ്റബിൾ, ഇവനൊന്നും പറയും തോന്നുന്നില്ല. തെളിയാത്ത കേസുകളൊക്കെ ഇവന്റെ തലയിൽ വെച്ച് കെട്ടി ഒരു FIR തയ്യാറാക്കിക്കോളൂ.
തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കാനുള്ളതാണ്. ഓക്കെ സാർ. കുടുങ്ങി. എന്താണ് നായ വീട്ടിന്റെ മുന്നിൽ കിടന്ന് ചീർന്ന്? നമ്മൾ അനുവിനെ പോലീസ് പിടിച്ചിട്ട് ഇവര് കൊടുത്ത ശ്രീധരൻ കള്ളനോട്ടാണ്. തടിയാ, വീട്ടിന്റെ മുന്നിൽ കിടന്ന് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നായ, ജീവനോടെ പോവില്ല. ആ പാവത്തിന്റെ സദസ്യ നീ ഒന്നും ഒരിക്കലും കുളം പിടിക്കൂലടാ. ഈ ഉമ്മാന്റെ മോനെ കണ്ണീരിന് പടച്ചോടെ കോടതി എഴുതി എണ്ണി മറുപടി പറയട്ടെ. റഹ്മാനായ തമ്പുരാനെ, എന്റെ കുട്ടി നിന്നോടൊക്കെ എന്ത് തെറ്റാടാ ചെയ്തത്? എന്റെ പെങ്ങൾക്ക് ഒരു ജീവിതം കൊടുത്തതാണോടാ തെറ്റ്? പറയടാ, പറയടാ. വീട് തള്ളേ. ആർക്ക് വേണം നിങ്ങളുടെ മോന്റെ ജീവിതം? നാശം വാടി. കണ്ണൂർക്ക് എന്നാലും നമുക്ക് പോടാ.
എടോ, നിക്കടാ അവിടെ. അവിടെ നിൽക്കാൻ. പട്ടി എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നീ കാരണം എന്റെ ഉമ്മ മരിച്ചു. വിടണോ ഞാൻ? കൊല്ലോടാ നായ നിന്നെ. വിടാൻ വിടാൻ എന്നെ വിടാൻ എന്നെ വിടാൻ എന്നെ. സാറേ ഈ പന്നിക്ക് ഭ്രാന്താ, അവനെ കൊണ്ട് ജയിലിൽ അടക്കണം. വിടില്ലടാ വിടില്ലടാ ഞാൻ. തിരിച്ചു വരൂടാ ഞാൻ. രീതിക്ക് മായിക്കാൻ കഴിയുമോ മനസ്സിലെ കണ്ണീർ തേങ്ങലുകൾ? കടലിലെ തിരകൾ കകലാൻ കഴിയുമോ കരയിലെ മണലിൻ തരികളോട്? നോവിനാൽ ബന്ധങ്ങൾ അകന്നു പോകും, എന്നിയൽ പോലും മാറി നടന്നിടുന്നു. നോവേറും ഓർമ്മകൾ, നോവേറും വീതികൾ. ജീവിത രീതിക്ക് മായിക്കാൻ കഴിയുമോ മനസ്സിലെ കണ്ണീർ തേങ്ങലുകൾ? ഒരു പുത്തൻ പകലും ഞാൻ തേടിയിടും രാവുകളിൽ വിരഹത്തിനിരുട്ടെന്നെ പിന്തുടരും. കര കാണാ കടലിന്റെ തീരത്തോരാശാപ്പു തേടി നിൽക്കുന്നു ഞാൻ പൂങ്കാറ്റിനായി. നോവേറെ ചെന്നാലും ഇരുളേറെ ചെന്നാലും വെളിച്ചം ഒരു നാൾ മാറി നിൽക്കും. ജീവിത രീതിക്ക് മായിക്കാൻ കഴിയുമോ മനസ്സിലെ കണ്ണീർ തേങ്ങലുകൾ? കടലിലെ തിരകൾ കകലാൻ കഴിയുമോ കരയിലെ മണലിൻ തരികളോട്? നോവിനാൽ ബന്ധങ്ങൾ അകന്നു പോകും, എന്നിയൽ പോലും മാറി നടന്നിടുന്നു. നോവേറും ഓർമ്മകൾ. പോട്ടെ മോനെ, എല്ലാം വിധിയാണെന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. എല്ലാം ശരിയാവും. വാ, എൻ്റെ വീട്ടിലേക്ക് പോവാം. വാ.
സന്തോഷമാണ്. നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ. ഞങ്ങൾ അറിയാൻ വഴിയില്ല. നിങ്ങൾ പണം മാറിക്കൊടുത്ത സബാസ്റ്റ്യന്റെ ജ്യേഷ്ഠനാണ്. അവന്റെ മകനാണിത്. നീ അന്ന് പൈസ മാറിക്കൊടുത്തില്ല ഒരാള്, അയാളുടെ ജ്യേഷ്ഠനാണ്. എന്റെ അപ്പച്ചൻ കാരണം നിങ്ങൾ ഒരുപാട് അനുഭവിച്ചു. ഒരുപാട് കട ഉണ്ടായിരുന്നു അപ്പച്ചന്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഈ പണം നിങ്ങൾ വാങ്ങണം. ഇത് നിങ്ങളുടെ പണം തന്നെയാണ്. എന്റെ അനുജൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഈ പണം സ്വീകരിച്ച് നിങ്ങൾ അവനോട് പൊറുക്കണം. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. അനുഭവിക്കാനുള്ളതിനപ്പുറം ഇവൻ അനുഭവിച്ചു. അനു, നീ ഈ പണം വാങ്ങണം. ഒരു കടം കൂടി നിനക്ക് തീർക്കാൻ ബാക്കിയുണ്ട്. എന്നാൽ ഞങ്ങൾ പോട്ടെ. ആയിക്കോട്ടെ. ശരി. കാസിം സേട്ട് എവിടെ? ഒരു പഴയ കണക്ക് തീർക്കാനുണ്ട്. ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങൾ എന്തെങ്കിലും ചെയ്തതിനു മുമ്പ് വിളിക്കടാളെ. ഈ പണം അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് 2 വർത്താനം എനിക്ക് അവനോട് പറയാനുണ്ട്. എന്താണ് നിന്റെ നാക്കറിഞ്ഞു പോയോ? പറയടാ. ഇക്കാക്ക ഒരു ആക്സിഡന്റിൽ മരിച്ചിക്കണ്. എനിക്കറിയാം, അൻവറിന് പറ്റിയ തെറ്റിന് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എൻ്റെ കാക്ക. അതുപോലെ ഒത്തിരി പേരെ കണ്ണീരിലാക്കിയ ശാപുണ്ട് എൻ്റെ കാക്കാക്ക്. നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പണത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ മരണം കൂടെയുണ്ടെന്നും ആരും ഓർക്കാറില്ല. നിന്റെ ഇക്കാക്കയെ മാത്രം ഉദ്ദേശിച്ചല്ല, മൊത്തത്തിലൊരു അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ. എന്നാ ഇനി നാട് നന്നാവും. മാഷേ, നാടൊക്കെ നന്നാവുന്നുണ്ട്. പക്ഷെ മനുഷ്യരുടെ മനസ്സാണ് നന്നാവാത്തത്. അതൊന്ന് നന്നായി എല്ലാം ശരിയാവും. ഞാൻ നിന്റെ ജ്യേഷ്ഠനുമായിട്ട് ഒരു അക്കിടപാടുണ്ട്. ഈ പണം നീ സ്വീകരിക്കണം. ഇത് നിന്റെ ജ്യേഷ്ഠന്റെ ക്യാഷാണ്. ഇത് നീ വാങ്ങണം. എന്നാലേ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. എല്ലാം ശരിയാവും. വരട്ടെ. പോട്ടെ. എടാ അനു, ആ പ്രാന്തൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല. ആരാ? എടാ, അതാണ് നിന്റെ അളിയൻ ഹുസൈൻ. എങ്ങനെ ജീവിച്ച ആളാ? എന്താ അതോ ഇവന്റെ ഭാര്യ എവിടെ? അതൊന്നും പറയാതിരിക്കുന്ന മാഷ നല്ലത്. അവള് ഒരുത്തനെ കൂടെ ഒളിച്ചോടിപ്പോയി. അനുവളെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവള് വേറെത്തന്നെ കൂടെ ഒളിച്ചോടിപ്പോയതാ. ആ ചെറ്റ ബ്രോക്കർ അമ്മോട് മറച്ചിട്ടായി കല്യാണം നടത്തിയത്. അപ്പോ സത്യം പറഞ്ഞാൽ ഇതൊരു ഉടായ്പ ഫാമിലിയാണല്ലേ? കണ്ടില്ലേ, ദൈവത്തിന് നിരക്കാത്ത തെറ്റു ചെയ്തവൻ ഭൂമിയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. മനുഷ്യൻ എത്ര വലിയവനായിരുന്നാലും അള്ളാനെ മറന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. ഒരു 10 രൂപ. അനു വേഗം കൊടുത്ത് ഒഴിവാക്ക്. ഇങ്ങോട്ടെ. ഓക്കെ ശരി. വല്ലാത്തൊരവസ്ഥ മനുഷ്യന്മാരുടെ കാര്യത്തിൽ.
എന്റെ മരുമകളുടെ കല്യാണ ഡ്രസ്സുകൾ എടുക്കാനാണ് ഞാൻ ചാസിയായിൽ പോയത്. അവിടുത്തെ കല്യാണ സാരിയെ കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത്രയും സെലക്ഷനാണ് ഞങ്ങളുടെ മുന്നിലെത്തിയത്. ന്യായമായ വിലയിൽ മികച്ച ഡ്രസ്സുകൾ കിട്ടിയപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. ചാസിയുടെ ഈസി പർച്ചേസ് അത് നിങ്ങളും അനുഭവിച്ചറിയണം. ഞാൻ ചാസിയുടെ വെഡിംഗ് ഉത്സവം കാണാനാണ് പോയത്. കല്യാണ സാരികളുടെയും ലാച്ച ചോളി തുടങ്ങിയ വെഡിംഗ് ഡ്രസ്സുകളുടെയും പുതിയ വെറൈറ്റികൾ എനിക്കവിടെ കാണാൻ സാധിച്ചു. ഈസി പർച്ചേസിലൂടെ മികച്ച വിലക്കുറവും സെലക്ഷനും മെട്രോ സിറ്റികളിലെ ഒരു ഷോപ്പിംഗ് അനുഭവവും എനിക്ക് ചാസിയെ സമ്മാനിച്ചു. എനിക്കിഷ്ടപ്പെട്ട ബ്രാൻഡുകൾ MRPയേക്കാൾ എത്രയോ താഴ്ന്ന പ്രൈസിൽ കിട്ടി. കൂടാതെ വലിയ സിറ്റികളിൽ നിന്ന് ലഭിക്കുന്ന ഫാഷൻ ഡ്രസ്സുകൾ ആദ്യമായാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ലഭിക്കുന്നത്. കേട്ടില്ലേ ചാസിയ സിൽക്സ് ഈസി പർച്ചേസിനെ കുറിച്ച്? ഒരു വ്യത്യസ്ത വ്യാപാര രീതിയാണിത്. മറ്റു സ്ഥാപനങ്ങളെക്കാൾ കുറഞ്ഞ ലാഭം ഈടാക്കുന്നതിലൂടെ കൂടുതൽ ബിസിനസ് ലഭിക്കുന്നതിനാൽ കമ്പനികളിൽ നിന്നും വലിയ തോതിൽ ഹോൾസെയിൽ പർച്ചേസ് നടത്താൻ സാധിക്കും. ഇതിൽ നിന്നും ലഭിക്കുന്ന ക്യാഷ് ഡിസ്കൗണ്ടുകൾ കസ്റ്റമേഴ്സിന് വിലക്കുറവായി നൽകാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും ആളുകൾ ചാസിയിലേക്ക് എത്തുന്നത്. ഓരോ ബ്രാൻഡിന്റെയും MRPയും ചാസിയുടെ വില കുറച്ചുള്ള പ്രൈസ് ടാഗും നിങ്ങൾക്കിവിടെ നേരിട്ട് കാണാവുന്നതാണ്. ചാസിയയിൽ നിന്നും വെഡ്ഡിംഗ് പർച്ചേസ് നടത്താൻ ഇപ്പോൾ ഒരു കാരണം കൂടി. ചാസിയ അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് മഹോത്സവം. വളരെ വ്യത്യസ്തമായ വെഡ്ഡിംഗ് ഡ്രസ്സുകളുടെ വൻശേഖരം നിങ്ങൾക്കിവിടെ മിതമായ നിരക്കിൽ ഒരുക്കിയിരിക്കുന്നു. അനുഭവിച്ചറിയൂ ഈ വ്യാപാര രീതി. ചാസിയ സിൽക്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി.